ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 വർഷഫലം വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 എങ്ങനെയാകും. ഇപ്പോൾ 2026 എന്ന് പറയുന്നത് വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും കരിയർ തലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വെല്ലുവിളികൾ, അതുപോലെ വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ, അതുപോലെ കുടുംബ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു അനുകൂല സാഹചര്യം, അതുപോലെ മാനസികമായിട്ട് സംഘർഷം, ഭാഗ്യ തടസ്സങ്ങൾ, സ്പിരിച്വൽ ഗ്രോത്ത് വഴി ഭാഗ്യ അനുഭവങ്ങൾ, ഇവകളുടെയൊക്കെ ഒരു വർഷമായിരിക്കും 2026. ഇപ്പോൾ നമ്മൾ 2026 ഗ്രഹഗോചരസ്ഥിതി ഒന്ന് നോക്കാം. ഗ്രഹഗോചരസ്ഥിതി നോക്കുമ്പോൾ നമുക്ക് സാവധാനത്തെ രാശി മാറുന്ന ഗ്രഹങ്ങൾ, അതായത് ശനി, രാഹു, കേതു, അതുപോലെ ഗുരു, ഇവയുടെ സ്ഥിതി ആദ്യം നോക്കാം. ഇപ്പോൾ ശനിയെ സംബന്ധിച്ചിടത്തോളം ശനി 5-ലാണ്. 2026 5 നിൽക്കുന്ന ശനിക്ക് മാറ്റമില്ല, രാശി മാറ്റമില്ല. ജൂലൈ 27 മുതൽ 5 നിൽക്കുന്ന ശനി വക്രത്തിലാവുന്നുണ്ട്. അതുപോലെ ഈ ഡിസംബർ 11 ആ ശനിയുടെ വക്രസ്ഥിതി മാറുകയും ചെയ്യുന്നുണ്ട്. രാഹു 4-ലാണ്. വർഷം അവസാനമാകുമ്പോൾ ഡിസംബറിൽ 4 നിൽക്കുന്ന രാഹു 3-ലേക്ക് മാറും. അതുപോലെ കേതു കർമ്മസ്ഥാനത്താണ്. ഡിസംബർ അവസാനമാകുമ്പോൾ കർമ്മസ്ഥാനത്തേക്കുന്ന കേതു ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. ഗുരു ജൂൺ 1 വരെ അഷ്ടമത്തിലായിരിക്കും. അതിനുശേഷം ആ ഗുരു ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നു. ഒക്ടോബർ വരെ ഉണ്ടാകും. അതിനുശേഷം അത് നവംബർ മുതൽ കർമ്മസ്ഥാനത്തേക്ക് ആ ഗുരുവിന് രാശിമാറ്റം വരുന്നുണ്ട്. എങ്കിലും ഗുരു മാർച്ച് 10 വരെ അഷ്ടമത്തിൽ വക്രത്തിലായിരിക്കും വർഷ ആരംഭം സ്ഥിതി വരുന്നത്. ഇപ്പോൾ പൊതുവെ നമുക്ക് ഈ വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് സൂര്യൻ വർഷ ആരംഭം 3, 4, 5 രാശികളിലൂടെ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള കുജനും 3, 4, 5 രാശികളിലൂടെ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ഈ ബുധനും ശുക്രനും ഒക്കെ തന്നെ 3, 4, 5 രാശികളിലൂടെ വർഷാരംഭം സഞ്ചരിക്കുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ചുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. ഇത് പൊതുഫലമാണ്. കാരണം ഈ കൂറുകാരുടെ ജാതകത്തിൽ ഗ്രഹസ്ഥിതി, അതിലെ ലഗ്നം, അവർക്കിപ്പോൾ നടക്കുന്ന ദേശാപകാരം, ഛിദ്രം, ഇവയൊക്കെ പ്രധാന ഘടകമാണ്. ഇവയൊക്കെ തന്നെ ഈ പൊതുഫലത്തെ സ്വാധീനിക്കും. ഇപ്പോൾ നമ്മൾ ജാതകത്തെ ഇപ്പോൾ 2026 ഈ കൂറുകാർക്ക് നടക്കുന്ന ദേശാപകാരം, ഛിദ്രമൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളേതാണോ ഇതിനനുസരിച്ച് പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിൽ വരും. അതുപോലെ തന്നെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഇവിടെ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ഫലം പറയുമ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് ചിലർക്ക് മാത്രമേ വൃശ്ചിക ലഗ്നം വരികയുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശിയിൽ വരാം. അപ്പോൾ ആ ലഗ്നരാശി എന്ന് പറയുന്നത് ഇപ്പം വൃശ്ചിക ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വരുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ ലഗ്നരാശി എന്ന് പറയുന്നത് അവരുടെ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നും കൂടെ നോക്കണം. അപ്പോൾ ഇവയൊക്കെ തന്നെ നമ്മുടെ പൊതുഫലത്തെ സ്വാധീനിക്കും. അതൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2026 ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ച് ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വയാണെങ്കിൽ 3 ഉച്ചസ്ഥിതിയിൽ വരികയാണ് വർഷാരംഭം. അപ്പോൾ പൊതുവെ നമുക്കപ്പോൾ ധൈര്യം, വീര്യം, ഉന്മേഷം, ഉത്സാഹം, ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും വർഷാരംഭം എന്ന് പറയുന്നത്. അതേസമയം മാനസികമായിട്ട് പിരിമുറുക്കം, മനസ്സംഘർഷം,
അതുപോലെ തന്നെ മനസ്സമാധാനം കുറയുന്നതിനും വർഷാരംഭം വഴിതെളിക്കും. പ്രത്യേകിച്ച് 4-ലൊക്കെ രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ കഴിവതും ഈ കോപം, അതുപോലെ തന്നെ പക, ഇവയൊക്കെ കുറയ്ക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ കുറുകാർക്ക് വേണം. ഇപ്പോൾ അഷ്ടമത്തിലെ ഗുരു മാർച്ച് 10 വരെ വക്രത്തിലാണ്. അഷ്ടമത്തിലാണ് ഗുരു നിൽക്കുന്നത്. അത് 2ഉം 5ഉം ഭാവാധിപനാണ് ആ ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്നു. മാർച്ച് 10 വരെ വക്രത്തിലാണ്. അതുപോലെ 8ാം ഭാവാധിപനുള്ള ബുധനാണെങ്കിൽ വർഷാരംഭം ഭാവത്തിൻ്റെ അഷ്ടമത്തിൽ ആണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട്, അതുപോലെ 12ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാവത്തിൻ്റെ സുഖസ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ അഷ്ടമത്തിലെ ഗുരു വക്രത്തിലൊക്കെ വരുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് ആദ്യത്തെ ക്വാർട്ടർ ജനുവരി മുതൽ മാർച്ച് വരെയുള്ളൊരു സമയം നമ്മൾ എടുക്കുമ്പോൾ ഒരു പൊതുവെ ശാരീരികമായിട്ട് ഉണർവും മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ്റെയൊക്കെ, ശാരീരികമായിട്ട് നമുക്ക് ഉണർവുണ്ടാകും, പക്ഷെ മാനസികമായിട്ട് ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം 2ാമത്തെ ക്വാർട്ടറൊക്കെ എടുക്കുമ്പോൾ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 8ാം ഭാവാധിപൻ, അതായത് ഗുരു അഷ്ടമത്തിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. 8ാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ 5-ലൊക്കെ നീചരാശിയിൽ സഞ്ചരിക്കുന്നു, ക്രമേണ 6-ലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പം അതൊക്കെ 8ാം ഭാവാധിപൻ 6-ലേക്ക് സഞ്ചരിക്കുന്നത് വിപരീത രാജയോഗാവസ്ഥയാണ്. ആ സമയമൊക്കെ കുജനും 6ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 6-ലൊക്കെ വരികയാണ്. അതും വിപരീത രാജയോഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മോചനം, ഒരു റിലീഫൊക്കെ നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് കൊടുക്കാമെങ്കിൽ ഈ 6-ലൊക്കെ ആ കുജൻ വരുമ്പോൾ, 6ാം ഭാവാധിപൻ 6-ലൊക്കെ വരുന്നത് വിപരീത രാജയോഗാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് റിക്കവറി ഉണ്ടാകും, ആശ്വാസമൊക്കെ ഉണ്ടാകും എന്ന് പറയാം. ഇപ്പോൾ ജൂണിൽ 8ാം ഭാവാധിപനുള്ള ബുധൻ 8 തന്നെ വരുന്ന സമയമാണ്. അതും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. ഇപ്പോൾ വർഷത്തിൻ്റെ പകുതി മെയ് വരെ ആരോഗ്യ കാര്യത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിച്ചു പോകുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് റിക്കവറി സാധ്യമാകും. അതുപോലെ നമുക്ക് ഈ സന്താനങ്ങൾക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കെയർ, അവരുടെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആ ഗുരു 5ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സന്താന ഭാവാധിപനാണ് ഗുരു. ആ ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ സന്താന ലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവർ അവരുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒരു ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിൽ ഒരു നേട്ടങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ജൂൺ 2 കഴിയുമ്പോൾ 2 മുതൽ ആ ഗുരു 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നുണ്ട്. ഒക്ടോബർ അവസാനം വരെ ആ ഗുരു ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും. 5-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നു. അതൊക്കെ പൊതുവെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം നമുക്കുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു സംരക്ഷണ കവചം ഉണ്ടാകും എന്ന് തന്നെ പറയാം. കാരണം അതുപോലെ തന്നെ നമുക്ക് എങ്കിലും ആഗസ്റ്റ്, ഒക്ടോബർ പകുതി വരെയൊക്കെ വരുമ്പോൾ ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിൽ കൂടെ പോകുന്ന സമയമൊക്കെയാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് യാത്രകളിൽ വാഹനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചറി, എന്തെങ്കിലുമൊക്കെ അപകടത്തിനൊക്കെ സാധ്യതയുണ്ട്, അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ചൊവ്വ 6ാം ഭാവാധിപനായിട്ട് 8-ലൂടെ പോവുക എന്ന് പറയുമ്പോൾ അത് ഒരു വിപരീത രാജയോഗമാണ്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും അതിലൊക്കെ ഒരു സഡൻ റിക്കവറിക്കൊക്കെ ആ ചൊവ്വയുടെ രാശിമാറ്റം വഴിതെളിക്കും. മാത്രമല്ല 9-ലെ ആ ഗുരു കുജ യോഗം അത് ഹെൽത്ത് റിക്കവറിക്ക് വഴിതെളിക്കും. പ്രത്യേകിച്ച് ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നീചസ്ഥിതനാകുന്നതും അതോടൊപ്പം തന്നെ ഗുരുവുമായിട്ടൊക്കെ യോഗം വരുന്നതും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ആശ്വാസം ഉണ്ടാകും. അപ്പോൾ പൊതുവേ നമുക്ക് 2026 ശാരീരികമായിട്ട് വലിയ പ്രയാസങ്ങളില്ല. ചെറിയ മാനസികമായിട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ആ റിക്കവറി ഉണ്ടാകാൻ കഴിയുന്ന സ്ഥിതിയാണ്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം. അപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ വർഷാരംഭത്തിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയമൊക്കെ ഈ കർമ്മ ഭാവാധിപൻ ആയിട്ടുള്ള സൂര്യൻ എന്ന് പറയുന്നത് 3, 4, 5 രാശികളിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണ്. 10-ലൊക്കെ കേതു ഉള്ള സമയമാണ്.
അപ്പോൾ ഈ കർമ്മകാരകനായിട്ടുള്ള ശനി 5-ലുണ്ട്. അപ്പോൾ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. അതേസമയം തൊഴിലിടത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരു കേതു ആ കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ചിലപ്പോൾ കറക്റ്റ് ആകണമെന്നില്ല. അവിടെ ഒരു കെയർ കൊടുത്ത് പോവുക. അതുപോലെ ജന്മ ലഗ്ന രാശാധിപൻ, അതുപോലെ 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയൊക്കെ ഉച്ചരാശിയിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണ് വർഷത്തിൻ്റെ ആദ്യ ക്വാർട്ടറിൽ. അതുപോലെ 10-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 10-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അതൊക്കെ നമുക്ക് തൊഴിലിൽ ഉയർച്ചയ്ക്കും തൊഴിലിൽ നേട്ടത്തിനുമൊക്കെ അല്ലെങ്കിൽ തൊഴിൽ ലബ്ധിക്കൊക്കെ അത് സഹായകമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കാം. 2-ാമത്തെ ക്വാർട്ടറിൽ വരുമ്പോൾ, അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയം, അത് 10-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 6-ൽ ഉച്ചസ്ഥിതനാകുകയാണ്. 10-ാം ഭാവാധിപൻ 6-ൽ ഉച്ചസ്ഥിതനാകുന്നു. അത് 6 എന്ന് പറയുമ്പോൾ കർമ്മഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനം. അത് നമുക്ക് കർമ്മത്തിൽ, തൊഴിലിൽ എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ആ സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ. അതുപോലെ ക്രമേണ നമുക്ക് ആ സൂര്യൻ കർമ്മസ്ഥാനത്തും വരുന്നുണ്ട്. അപ്പോൾ തൊഴിലിൽ ഭാഗ്യവും അതുപോലെ കർമ്മ നേട്ടങ്ങൾക്കുമൊക്കെ ആ സൂര്യൻ്റെ 6-7-ലൂടെയുള്ള രാശിമാറ്റം വഴിതെളിക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കരിയർ തലത്തിൽ പൊതുവെ നമുക്ക് ഉയർച്ച, തൊഴിൽ ഭാഗ്യം, അതുപോലെ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ചില അപ്രതീക്ഷിതമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ വർക്ക് പ്ലേസിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ൽ വരുന്നത് പ്രത്യേകിച്ച് തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടും. അവരുടെ പരീക്ഷകളിലൊക്കെ അവർക്ക് ഉയർന്ന വിജയം കരസ്ഥമാക്കുന്നതിനൊക്കെ 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ൽ തന്നെ വരുന്നത് അത് വിപരീത രാജയോഗമാണ്. അവർക്കത് വളരെ ഗുണമുണ്ടാകും. അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കേസുകളിലൊക്കെ അവർക്ക് വിജയത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തൊഴിലിടത്ത് ശത്രുക്കളുടെയൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരാജയപ്പെടുന്നതിന് ഈ 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ലൂടെ സഞ്ചരിക്കുന്നത് വഴിതെളിക്കും. അതുപോലെ സൂര്യൻ ജൂൺ മാസമൊക്കെ ആകുമ്പോൾ, ജൂൺ പകുതിയൊക്കെ ആകുമ്പോൾ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അത് പൊതുവെ കർമ്മഭാവാധിപൻ ആണ് സൂര്യൻ. അഷ്ടമത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ തൊഴിലിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ തൊഴിലിൽ ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ 3-ാം ക്വാർട്ടറിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയം, ഗുരുവൊക്കെ അഷ്ടമത്തിൽ നിന്ന് 9-ലേക്കൊക്കെ മാറുകയാണ്. അപ്പോൾ ജൂൺ 2-ന് ഗുരു 8 നിന്ന് 9-ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് ഉച്ചസ്ഥിതിയിൽ വരികയാണ്. അപ്പോൾ അത് അവിടെ നിന്നിട്ട് 5-ലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സൂര്യൻ 9, 10, 11 രാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ പൊതുവേ നമുക്ക് തൊഴിലിൽ വളരെ അനുകൂല സാഹചര്യം ഉണ്ടാകും. തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. തൊഴിലിൽ ഭാഗ്യാനുഭവങ്ങളുണ്ടാകും. ബുധനും കുജനും ഒക്കെ തന്നെ അനുകൂല സ്ഥാനങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് തൊഴിലിൽ വലിയ പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ച് അവസാനത്തെ പകുതി ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ആ ഗുരു ഭാഗ്യസ്ഥാനത്ത് വരുന്നു, പിന്നെ ഗുരു കർമ്മസ്ഥാനത്ത് വരുന്നു. അതൊക്കെ തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. വർഷാവസാനമൊക്കെ ആകുമ്പോൾ ഒക്ടോബർ, അതായത് ഇപ്പോൾ നവംബർ ഡിസംബറിലൊക്കെ പ്രത്യേകിച്ച് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. കർമ്മസ്ഥാനത്ത് ഗുരുവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതേസമയം ആ സമയത്ത് കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ നീചസ്യ സ്ഥാനത്ത് വരുന്നുണ്ട്. ജന്മരാശിയിലും ആ സൂര്യന് സഞ്ചാരം വരുന്നുണ്ട്. അപ്പോൾ അത് എങ്കിലും പ്രത്യേകിച്ച് സൂര്യനൊക്കെ നീചഭംഗം വരുന്ന സമയമായതുകൊണ്ട് തൊഴിൽപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ആ സൂര്യൻ്റെ നീചസ്ഥിതി കൊണ്ടുണ്ടാകണമെന്നില്ല. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ഈ നവംബർ മാസമൊക്കെ ആകുമ്പോൾ കർമ്മസ്ഥാനത്ത് തന്നെ വരികയാണ്. ലഗ്നരാശാധിപൻ കർമ്മസ്ഥാനത്ത് വരുന്നു, ഗുരുവും കർമ്മസ്ഥാനത്ത് വരുന്നു. അതൊക്കെ നമുക്ക് തൊഴിൽപരമായിട്ട് ഭാഗ്യാനുഭവം,
അതുപോലെ തൊഴിലിടത്ത് നമുക്ക് ഉയർന്ന അധികാരങ്ങൾ, നമ്മുടെ സ്ഥാനങ്ങളിൽ ഒരു ഉയർച്ച, അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുന്ന സമയമായിരിക്കും. ഏത് വെല്ലുവിളികളെയും നമുക്ക് തൊഴിലിടത്ത് അതിജീവിക്കാനാകുന്ന ഒരവസ്ഥയായിരിക്കും ആ ഗുരുവും ശുക്രനുമൊക്കെ ആ കർമ്മസ്ഥാനത്ത് വരുന്ന പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 2026 എന്ന് പറയുന്നത് പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ശുക്രനും ബുധനും അതുപോലെ ഗുരുവിൻ്റെ സ്ഥിതി, ഇത് മൂന്നും നമുക്ക് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ 7ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രനൊക്കെ മെയ് പകുതി വരെ ഇഷ്ടസ്ഥാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ മാർച്ചിലൊക്കെ ആ ശുക്രൻ ഉച്ചസ്ഥിതനാകുന്നുണ്ട്. മാർച്ചിലെ ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ 5ലാണ് ഉച്ചസ്ഥിതനാകുന്നത്. അത് 7ാം ഭാവത്തിൻ്റെ 11ആണ്, നേട്ടത്തിൻ്റെ സ്ഥാനമാണ്. അപ്പം ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ ശക്തമാകും. ബിസിനസ് വഴി നമുക്ക് നേട്ടങ്ങളുണ്ടാകും. ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ ബിസിനസ്സുകാരനായിട്ടുള്ള ബുധൻ വക്രത്തിൽ വരുന്ന ഒരു സമയം വരുമ്പോൾ നമുക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മാർച്ച് 10 വരെ ഗുരു വക്രത്തിലാണ്. ഏപ്രിൽ ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ തന്നെ ബുധൻ നീചരാശിയിലാണ് എങ്കിലും ആ ശുക്രൻ്റെ സ്ഥിതി പൊതുവെ അനുകൂലമാണ്. അത് നമുക്ക് ബിസിനസ് പരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യനും ഉച്ചരാശിയിലേക്കൊക്കെ വരുന്നുണ്ട്. അതും നമുക്ക് ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ നൽകും എന്ന് തന്നെ പറയാം. അതേസമയം നമ്മൾ പ്രത്യേകിച്ച് ശനിയുടെ ദൃഷ്ടിയൊക്കെ 7ൽ വരുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ പ്രത്യേകിച്ച് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് കെയർ കൊടുത്ത് പോകണം. മെയ് ജൂൺ മാസങ്ങളിലൊക്കെ 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6ൽ തന്നെ ബലവാനാകുന്ന സമയമാണ്. അതൊക്കെ പ്രത്യേകിച്ച് കോമ്പറ്റിറ്റീവ് തലത്തിൽ ബിസിനസ്സിലൊക്കെ നമുക്ക് മത്സരങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയും. കടബാധ്യതകളൊക്കെ കുറയ്ക്കാൻ കഴിയും. നമുക്ക് പൊതുവെ അതിലൊരു വിജയം കണ്ടെത്താൻ കഴിയും എന്ന് തന്നെ പറയാം. അതുപോലെ എന്തെങ്കിലും വ്യവഹാരങ്ങളുണ്ടെങ്കിൽ ആ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിജയം കൈവരിക്കാനാകും. ജൂൺ മാസമൊക്കെ ആകുമ്പം ബിസിനസ്സുകാർക്ക് പൊതുവെ ഭാഗ്യാനുഭവമാണ്. കാരണം ഗുരു ഭാഗ്യസ്ഥാനത്തേക്ക് ഉച്ചസ്ഥിതിയിൽ വരുന്നുണ്ട്. അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. ആ ഗുരുവും ശുക്രനുമായിട്ടുള്ള ഒരു യോഗം ആ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് പ്രത്യേകിച്ച് ബിസിനസ് വിപുലീകരിക്കുന്നതിനും അതുപോലെ വ്യാപനത്തിനുമൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണിക്കുന്നത്. ഗുരു ഒക്ടോബർ അവസാനം വരെ ആ ഭാഗ്യസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാന ഘടകമാണ്. ജന്മരാശിയിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അത് വളരെ ഗുണം ചെയ്യും. മാത്രമല്ല 5ലേക്കും ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ ഒക്കെ തന്നെ വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷനൊക്കെ നമുക്ക് ബിസിനസ്സിൽ എടുക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. വർഷ അവസാനം ഗുരു കർമ്മസ്ഥാനത്തേക്ക് വരുന്നു. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയും കർമ്മസ്ഥാനത്തേക്ക് വരുന്നു. അതും നമുക്ക് ബിസിനസ് എക്സ്പാൻഷനൊക്കെ ചിലപ്പോൾ പണച്ചെലവൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ വരാം. പൊതുവെ ബിസിനസ് പരമായിട്ട് 2026 എന്ന് പറയുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2ഉം 5ഉം ഭാവാധിപൻ ഗുരുവാണ്. ആ ഗുരു ജൂൺ 1 വരെ അഷ്ടമത്തിലാണ്. 5ലാണെങ്കിൽ ശനിയുണ്ട്. വിദ്യാകാരകനായിട്ടുള്ള ബുധൻ തുടക്കത്തിൽ ഇഷ്ടസ്ഥാനങ്ങളിലാണ്, 3, 4 രാശികളിൽ സഞ്ചരിക്കുന്നു. ഇപ്പോൾ വർഷാരംഭം 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് മാർച്ച് 10 വരെ. ഇപ്പോൾ പഠനത്തിൽ അല്പം മെല്ലെ പോക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം. ഒരു പഠനത്തിൽ സ്റ്റഡി പ്രഷർ ഉണ്ടാകുമെന്ന് പറയാം. അപ്പോൾ പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ചിന്ത നമ്മുടെ ഭാഗത്ത് വേണം. 5ാം ഭാവാധിപൻ വക്രത്തിൽ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എങ്ങനെ പഠനം മെച്ചപ്പെടുത്താനാകും, അതിനെപ്പറ്റിയുള്ള ചിന്തകൾ, അതിനുള്ള പ്ലാനൊക്കെ തയ്യാറാക്കുന്നതിന് ആ ഗുരുവിൻ്റെ വക്രസ്ഥിതി സഹായകമാണ്. 4ലൊക്കെ രാഹുസ്ഥിതിയുണ്ട്. പൊതുവെ മാനസികമായിട്ട് ഒരു സംഘർഷം, മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാം. എങ്കിലും ഏപ്രിൽ മാസമൊക്കെ ബുധൻ 8ാം ഭാവാധിപനാണ്. ബുധൻ വിദ്യാകാരകനാണ്. ബുധൻ
ആ ബുധനൊക്കെ 5-ാം ഭാവരാശിയിൽ വരുന്നുണ്ട്. ബുധനെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവരാശി നീചരാശിയാണ്. അപ്പോൾ അവിടെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള കുജൻ 5 നിൽക്കുന്ന ശനിയുമായിട്ടൊക്കെ ഒരു യോഗം വരുന്നുണ്ട്. അപ്പം കുജനും ശനിയുമായിട്ടുള്ള യോഗമൊക്കെ വരുമ്പോൾ പഠനത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അതൊരു ഫ്രണ്ട്ലി സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റില്ല. അധ്യാപകരുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്ഷനൊക്കെ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രകോപനപരമായി റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. പഠിതാക്കൾക്ക് അച്ചടക്കം ആവശ്യമായിട്ടുള്ള സമയമായിട്ട് നമ്മൾ ആ സമയത്ത് കാണിക്കുക. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം. മെയ് പകുതിയോടെ ഈ സ്ഥിതിയിലൊക്കെ മാറ്റം വരും. 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ൽ വരുന്നു. ജൂൺ 2-ന് 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നു. ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അതൊക്കെ തന്നെ പഠിതാക്കൾക്ക് ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് പഠിതാക്കൾക്ക് ഉണ്ടാകാവുന്ന സമയമാണ്. അത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും. അവർക്ക് നല്ല ചിന്തകളുണ്ടാകും. ഈശ്വരവിശ്വാസമൊക്കെ കൂടും. ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകും. മനസ്സംഘർഷമൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. പൊതുവെ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ സീനിയർ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ് വളരെ ഗുണം ചെയ്യും. അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. പരീക്ഷകളിലൊക്കെ തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ കഴിയും. അപ്പോൾ ഉന്നത പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവർ ഇഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപൻ 5-ന്റെ 5-ൽ ഭാഗ്യസ്ഥാനത്ത് വരുന്ന സമയം, 5-ലേക്ക് ആ ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയം. അപ്പോൾ നമുക്ക് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കോഴ്സുകൾ ചെയ്യുന്നതിനും ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൽ വിജയം കൈവരിക്കുന്നതിനുമൊക്കെ ആ ഗുരുവിൻ്റെ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതി, ജന്മരാശിയിലെ ദൃഷ്ടി, 5-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി, 5-ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നത് വഴിതെളിക്കും. പൊതുവെ നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ 5-ാം ഭാവാധിപൻ 10-ലേക്കൊക്കെ വരുന്നു. അതുപോലെ 5-ാം ഭാവാധിപൻ 10-ലേക്ക് വരിക എന്ന് പറയുമ്പോൾ 5-ാം ഭാവത്തിൻ്റെ 6-ലേക്കാണ് വരുന്നത്. അത് നമുക്ക് പഠന സംബന്ധമായിട്ടുള്ള ചെലവ് ചിലപ്പോൾ കൂടുന്നതിന് അത് വഴിതെളിച്ചു എന്ന് വരാം. ഇനി നമുക്ക് ധനസ്ഥിതി. ഇപ്പോൾ ധനസ്ഥിതി നോക്കുമ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരു മെയ് അവസാനം വരെ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. എങ്കിലും ആ ഗുരു 2-ാം ഭാവാധിപനായ ഗുരു 2-ലേക്ക് ദൃഷ്ടിയും. അതുപോലെ 11-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വർഷ ആരംഭം 3, 4 രാശികളിലൂടെ സഞ്ചരിക്കുന്നു. മാർച്ച് 10 വരെ അഷ്ടമത്തിൽ ഗുരു ആണെങ്കിലും ഗുരു വക്രത്തിലാണ്. വർഷ ആരംഭത്തിൽ നമ്മൾ അതുകൊണ്ട് 2-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ ധനപരമായിട്ട് അല്പം ശ്രദ്ധിക്കേണ്ടുന്ന ആണ് വർഷാരംഭം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈവശമുള്ള പണം നഷ്ടപ്പെടുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൊടുക്കൽ വാങ്ങലിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അത് ഗുരു വക്രത്തിലായതുകൊണ്ട് 2-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വക്രത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 2-ാം ഭാവസംബന്ധമായ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ചിന്തകളുണ്ടാകും. അതിനുള്ള പദ്ധതികൾ നമ്മൾ തയ്യാറാക്കും. അതൊക്കെ നമുക്ക് തയ്യാറാക്കുന്നതിന് ആ ഗുരുവിൻ്റെ വക്രസ്ഥിതി സഹായകമാണ്. മാർച്ച് 10 കഴിയുമ്പോൾ ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു, 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ 11-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 11-ൽ തന്നെ ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ഗുരു നീചരാശിയിലേക്കാണ് രാശി മാറുന്നതെങ്കിലും അവിടെ നിന്ന് ആ 11-ാം ഭാവാധിപൻ 11-ൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ധനാഗമം കൂടുന്നതിന് വഴിയൊരുക്കും. ഇപ്പോൾ ജൂൺ 2-ന് ഈ ധനഭാവാധിപനായിട്ടുള്ള ധനകാരകനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് ഉച്ച സ്ഥിതിയിൽ വരുന്നത് പ്രത്യേകിച്ച് ഒക്ടോബർ വരെ ആ ധനഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിലായിരിക്കും. അപ്പോൾ പൊതുവെ നമുക്ക് അത് ധനസ്ഥിതി ശക്തമാക്കും, ധനപരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കും, സമ്പാദ്യമൊക്കെ കൂടുന്നതിന് അത് വഴിതെളിക്കും.
അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ഭാഗ്യത്തിന് അത് വഴിതെളിക്കും. ചിലർക്ക് ലോട്ടറി പോലെയുള്ള ആ പ്രോസസ്സ് വഴിയൊക്കെ സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് ആ ഗുരു ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ. അപ്പോൾ രണ്ടാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരികയാണ്. അപ്പോൾ സമ്പാദ്യം കൂടുന്നതിന് അത് വഴിതെളിക്കും. ജൂൺ മാസത്തിൽ ശുക്രനും ഗുരുവുമായിട്ടുള്ള യോഗവും ആ ഭാഗ്യസ്ഥാനത്ത് വരികയാണ്. അതൊരു കുബേര യോഗം എന്ന് പറയാം. അപ്പോൾ പൊതുവെ നമുക്ക് ഈശ്വര കടാക്ഷം കിട്ടും. അപ്പോൾ ആ ഈശ്വര കടാക്ഷം കൊണ്ട് തന്നെ നമുക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെ ആകുമ്പോൾ മിക്ക ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനങ്ങളിലായതുകൊണ്ട്, ഇപ്പോൾ രവി 10-11 രാശികളിൽ സഞ്ചരിക്കുന്നു, ബുധൻ 10-11 രാശികളിൽ സഞ്ചരിക്കുന്നു, ശുക്രനും 11 രാശിയിൽ സഞ്ചരിക്കുന്നു. ഇവയെല്ലാം തന്നെ നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്നതിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം, നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം കൈവരിക്കുന്നതിനുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്ന് തന്നെ പറയാം. നവംബർ ഡിസംബർ മാസങ്ങളിൽ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10ലേക്ക് രാശി മാറുന്നു. അവിടെ നിന്നിട്ട് ആ ഗുരു 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗുരു 2 ദൃഷ്ടി ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള ആ സമ്പാദ്യ വർധനവിന് അത് വഴിതെളിക്കും. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള കുജനും ആ 10ൽ വരുന്നു. അപ്പോൾ അതും ജന്മരാശിയിൽ ആ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് സ്ഥിതി ശക്തമാക്കുന്നതിനുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. ഇപ്പോൾ പൊതുവെ നമുക്ക് മാർച്ച് പകുതി കഴിയുമ്പോൾ തന്നെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വർഷ ആരംഭം അനുകൂല സമയമായിരിക്കും. 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 3, 4, 5 രാശികളിൽ സഞ്ചരിക്കുന്നു. 5ലൊക്കെ ശനിയുടെ സ്ഥിതിയുണ്ട്. ഇപ്പോൾ 7ലേക്കൊക്കെ ശനിയുടെ ദൃഷ്ടി ഉള്ള വർഷമായതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ 7ാം ഭാവരാശിയിൽ ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ ആലോചനകളൊക്കെ വന്നാൽ തന്നെയും നമുക്ക് ഒരു കെയർ വേണം. നമ്മൾ ജീവിത പങ്കാളിയൊക്കെ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ അതിൽ വരുമ്പോൾ. ഇപ്പോൾ പ്രത്യേകിച്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് ഒരു അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ്. കാരണം അവിടെ മാർച്ച് മാസത്തിൽ ശുക്രൻ 7ാം ഭാവാധിപൻ ഉച്ചരാശിയിൽ വരികയാണ് 5ൽ. ആ 5 പറയുന്നത് 7ാം ഭാവത്തിൻ്റെ 11ാം ഭാവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണ്, വിവാഹ നിശ്ചയത്തിന് അനുകൂലമായ സമയമാണ്. അപ്പം ഗുരുവിൻ്റെ ശുക്രൻ്റെ ആ 5ലെ ഉച്ചസ്ഥിതി അത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. അതുപോലെ ഏപ്രിൽ പകുതിയൊക്കെ കഴിയുമ്പോൾ ശുക്രൻ തന്നെ 7ാം ഭാവാധിപനായിട്ട് ശുക്രൻ 7ൽ തന്നെ വരുന്നു. ആ സമയവും നമുക്ക് വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനുമൊക്കെ ഫേവറബിളായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. മെയ് പകുതി മുതൽ ജൂൺ ആദ്യം വരെ നമ്മൾ കഴിവതും ആലോചനകളൊക്കെ ഒഴിവാക്കുക. കാരണം 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലൂടെ പോകുന്ന സമയമാണ്. ജൂൺ ആദ്യവാരം കഴിയുമ്പോൾ ജൂലൈ വരെ പൊതുവെ ഫേവറബിളായിട്ടുള്ള ടൈം ആയിരിക്കും. കാരണം ഗുരുവും ശുക്രനുമായിട്ടൊക്കെ യോഗം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ജൂണൊക്കെ ആകുമ്പോൾ ആ ഗുരു ഭാഗ്യസ്ഥാനത്ത് വരുന്നു, ശുക്രനും അവിടെ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അപ്പം നല്ല ജീവിത പങ്കാളിയെ, ഭാഗ്യവതിയായിട്ടുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ കഴിയും. കമിതാക്കൾക്കൊക്കെ തന്നെ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ദാമ്പത്യബന്ധം പൊതുവെ നമ്മൾ ചിന്തിക്കുമ്പോൾ 7ൽ ശനിയുടെ ദൃഷ്ടി വർഷാവസാനം വരെ ഉണ്ട്. അപ്പോൾ അതിനാൽ നമ്മൾ ബന്ധത്തിൽ അല്പം കെയർ വേണം. തമോഗ്രഹമാണ്. അതേസമയം നമ്മൾ ജീവിത പങ്കാളിയുടെ ഇപ്പോൾ 7ലൊക്കെ ശനിയുടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ, ശനിയുടെ സ്ഥിതിയായാലും ദൃഷ്ടിയൊക്കെ വന്നാൽ തന്നെയും നമ്മൾ ജീവിത പങ്കാളിയുടെ നിയന്ത്രണത്തിൽ പോകുന്നവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. അതായത് ജീവിത പങ്കാളി പറയുന്നത് പോലെയൊക്കെ പോകുന്നവർക്ക് പ്രശ്നങ്ങളില്ല. അതേസമയം അവർ പറയുന്നതിന് വിപരീതമായിട്ടൊക്കെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ 7ലെ ശനി അതാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ രാഹു, അതുപോലെ ശുക്രൻ, അതുപോലെ രവി, അതുപോലെ കുജൻ, ഈ
4 ഗ്രഹങ്ങൾ 4-ൽ വരികയാണ്. സുഖസ്ഥാനത്താണ് വരുന്നത്. സുഖസ്ഥാനത്ത് ഈ 4 ഗ്രഹങ്ങൾ യോജിക്കുമ്പോൾ അത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. മാർച്ചിൽ 7-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ മാർച്ചിൽ ഉച്ചരാശിയിൽ വരുന്നുണ്ട്. അത് നമുക്ക് ദാമ്പത്യബന്ധം സന്തോഷകരമാകും. എങ്കിലും ആ സമയത്ത് നമുക്ക് എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ ഒരു കെയർ വേണം. അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ ദാമ്പത്യബന്ധത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ മാർച്ച് കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം. ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഏപ്രിൽ അതുപോലെ മെയ് പകുതി വരെയൊക്കെ ഒരു കെയർ വേണം. മെയ് പകുതി കഴിയുമ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ അതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതേസമയം ശുക്രനൊക്കെ ഭാഗ്യസ്ഥാനത്തൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിത പങ്കാളി വഴിയൊക്കെ എന്തെങ്കിലും ഭാഗ്യ നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ദമ്പതിമാർക്ക് ദൂരയാത്രകൾ, ഷോപ്പിങ്, ഇവയ്ക്കൊക്കെ നമുക്ക് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജൂൺ കഴിയുമ്പോൾ ആ ഗുരുവും ശുക്രനുമായിട്ടുള്ള ഒരു യോഗമൊക്കെ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് അതൊരു കുബേര യോഗമാണ്. ഇപ്പോൾ ശുക്രനാണെങ്കിൽ 7-ാം ഭാവാധിപനാണ്. 7-ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ദാമ്പത്യബന്ധം സന്തോഷകരമാക്കും എന്ന് തന്നെ പറയാം. കുടുംബജീവിതത്തിൽ പൊതുവെ 4-ൽ രാഹു വർഷാവസാനം വരെ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അതുപോലെ 2-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ മെയ് അവസാനം വരെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് മാനസികമായിട്ടൊരു പിരിമുറുക്കം, കുടുംബജീവിതത്തിൽ ടെൻഷൻ, അല്ലെങ്കിൽ മാതാവിന് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സ്, സമാധാനക്കുറവൊക്കെ ചിലപ്പോൾ 4-ലെ രാഹു ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി ആ 4-ൽ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ വന്നാൽ തന്നെ അത് വഷളാകാതിരിക്കാൻ, അത് നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ 4-ലെ ദൃഷ്ടി വഴിതെളിക്കും. അതേസമയം കുടുംബത്തിൽ 4-ലൊക്കെ രാഹു നിൽക്കുമ്പോൾ, രാഹു 4 നിൽക്കുന്നത് എല്ലാം ദോഷമെന്ന് പറയാൻ പറ്റില്ല. മാനസികമായിട്ട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഉള്ള ഇൻ്ററാക്ഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഒക്കെ വരാം. ചിലപ്പോൾ എന്തെങ്കിലും തർക്കങ്ങൾ വരാം. പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ടൊക്കെ വേണമെങ്കിൽ വരാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം. അതേസമയം 4-ൽ രാഹു വരുമ്പോൾ ആ 4-ാം ഭാവസംബന്ധമായ കാര്യങ്ങൾ എക്സ്പാൻഷന് അത് വഴിതെളിക്കും. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ്. അതുപോലെ കുടുംബത്തിൽ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തണമെന്നൊക്കെ താല്പര്യമുള്ളവർക്ക് അതിനൊക്കെ 4-ൽ രാഹു സഹായകമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ രാഹു സഹായകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് 4-ലെ രാഹു മാനസികമായിട്ട് ടെൻഷൻ തരുമെങ്കിലും ഭൗതികമായിട്ട് നേട്ടങ്ങൾ തരും എന്ന് തന്നെ പറയാം. സന്താനങ്ങളുടെ ആരോഗ്യ പ്രശ്നം അത് മെയ് വരെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് മെയ് അവസാനം വരെ. അവിടെ നമ്മൾ സന്താനത്തിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ജൂൺ മാസമൊക്കെ കഴിയുമ്പോൾ ആ സ്ഥിതിയിലൊക്കെ മാറ്റം വരും. ഗുരുവിന് രാശി മാറ്റം വരുന്നു, ഭാഗ്യസ്ഥാനത്ത് വരുന്നു. സന്താനങ്ങളെ കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ പഠിതാക്കൾക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും, കമിതാക്കൾക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും. ഇപ്പോൾ പൊതുവെ ഗുണാനുഭവം ഉണ്ടാകും ആ ഗുരു ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ. ഇപ്പോൾ ജൂലൈ 27 മുതൽ 5-ൽ ശനി വക്രത്തിലാകുന്നു. അത് നല്ലതാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ അതുണ്ടാകും. പ്രത്യേകിച്ച് 4-ാം ഭാവാധിപനും കൂടിയാണ് ആ ശനി. അത് വക്രത്തിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും ഒക്കെ ആ ശനി വക്രത്തിലാകുന്നത് നല്ലതാണ്. അതുപോലെ നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ഗുരു 10-ലേക്ക് വരുന്നതും ആ ഗുരു 2-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നതൊക്കെ തന്നെ നമുക്ക് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ 2-ലെ ദൃഷ്ടി സഹായകമാണ്. 4-ലും ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരികയാണ്. അപ്പം 4-ൽ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ പൊതുവെ നമുക്ക് ആ ഗുരുവിൻ്റെ 4-ലെ ദൃഷ്ടി കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. അങ്ങനെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് കുടുംബ സമാധാനം നമുക്ക് നിലനിർത്തി പോകാൻ കഴിയും എന്നും കൂടെ
മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.